അനുബന്ധ വീഡിയോകൾ ലഭിക്കുന്നതിനായി കേരള PSC എക്സാം പോർട്ടൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ബട്ടന്റെ സമീപത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കേരള PSC എക്സാം പോർട്ടലിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. The venue of 2018 Commonwealth Games 2018 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായത് ഗോൾഡ് കോസ്റ്റ്. ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റിൽ വെച്ചാണ് 2018 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. ഇന്ത്യാസ് ഫ്ലാഗ് ബെയറർ അറ്റ് ദി ഓപ്പണിംഗ് സെറമണി ഓഫ് ദി 21st കോമൺവെൽത്ത് ഗെയിംസ് 2018. 21ാമത് കോമൺവെൽത്ത് ഗെയിംസിൽ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തിയത് PV സിന്ധു. ബാഡ്മിന്റൺ താരം PV സിന്ധു ആണ് 2018 ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റിൽ വെച്ച് നടന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തിയത്. ഫസ്റ്റ് എവർ ഇന്ത്യൻ വുമൺ ടേബിൾ ടെന്നീസ് പ്ലെയർ ടു വിൻ എ സിംഗിൾസ് ഗോൾഡ് അറ്റ് ദി കോമൺവെൽത്ത് ഗെയിംസ്. കോമൺവെൽത്ത് ഗെയിംസിൽ ടേബിൾ ടെന്നീസിൽ ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത മനിക ബത്ര. മനിക ബത്രയാണ് കോമൺവെൽത്ത് ഗെയിംസിൽ ടേബിൾ ടെന്നീസിൽ ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ബോക്സർ ടു വിൻ എ കോമൺവെൽത്ത് ഗോൾഡ്. കോമൺവെൽത്ത് ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ബോക്സർ MC മേരി കോം. MC മേരി കോം ആണ് കോമൺവെൽത്ത് ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ബോക്സർ. ഇന്ത്യാസ് ഫ്ലാഗ് ബെയറർ അറ്റ് ദ ക്ലോസിംഗ് സെറമണി ഓഫ് ദി 21st കോമൺവെൽത്ത് ഗെയിംസ് 2018. 2018 കോമൺവെൽത്ത് ഗെയിംസിൽ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തിയത് MC മേരി കോം. ബോക്സിംഗ് താരം MC മേരി കോം ആണ് കോമൺവെൽത്ത് ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തിയത്. ശ്രദ്ധിക്കുക, കോമൺവെൽത്ത് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തിയത് ബാഡ്മിന്റൺ താരം PV സിന്ധു. സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തിയത് ബോക്സിംഗ് താരം MC മേരി കോം. ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ അന്ന പൊലിറ്റ്സ്കോവ്സ്കായ അവാർഡ്. അന്ന പൊലിറ്റ്സ്കോവ്സ്കായ അവാർഡിന് അർഹയായ ആദ്യ ഇന്ത്യൻ ഗൗരി ലങ്കേഷ്. റഷ്യൻ ജേർണലിസ്റ്റായിരുന്ന അന്ന പൊലിറ്റ്സ്കോവ്സ്കായയുടെ സ്മരണാർത്ഥം ജേർണലിസ്റ്റുകൾക്ക് നൽകുന്ന അവാർഡാണ് അന്ന പൊലിറ്റ്സ്കോവ്സ്കായ അവാർഡ്. ഇന്ത്യയിൽ നിന്ന് അന്ന പൊലിറ്റ്സ്കോവ്സ്കായ അവാർഡിന് അർഹയാകുന്ന ആദ്യ വ്യക്തിയാണ് ഗൗരി ലങ്കേഷ്. The newly created district in അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിൽ പുതുതായി രൂപീകരിച്ച ജില്ല കാംലെ. അരുണാചൽ പ്രദേശിലെ 23ാമത്തെ ജില്ലയാണ് കാംലെ. The web portal launched by the Government of India to eradicate child labor. ബാലവേല നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച വെബ് പോർട്ടൽ പെൻസിൽ. പ്ലാറ്റ്ഫോം ഫോർ ഇഫക്റ്റീവ് എൻഫോഴ്സ്മെന്റ് ഫോർ നോ ചൈൽഡ് ലേബർ എന്നാണ് പെൻസിലിന്റെ പൂർണ്ണരൂപം. പെൻസിലിന്റെ പൂർണ്ണരൂപം പ്ലാറ്റ്ഫോം ഫോർ ഇഫക്റ്റീവ് എൻഫോഴ്സ്മെന്റ് ഫോർ നോ ചൈൽഡ് ലേബർ. ദ ഫസ്റ്റ് ഇന്ത്യൻ സിറ്റി വിച്ച് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി യുനെസ്കോസ് വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം അഹമ്മദാബാദ്. ഗുജറാത്തിലെ അഹമ്മദാബാദ് ആണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ സിറ്റി. ചെയർമാൻ ഓഫ് ദ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ നന്ദകുമാർ സായ്. നന്ദകുമാർ സായി ആണ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ചെയർമാൻ. പ്രസന്റ് ചെയർപേഴ്സൺ ഓഫ് കേന്ദ്ര സാഹിത്യ അക്കാദമി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ നിലവിലെ ചെയർപേഴ്സൺ ചന്ദ്രശേഖർ കമ്പാർ. ചന്ദ്രശേഖർ കമ്പാർ ആണ് നിലവിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ചെയർപേഴ്സൺ.
The present Vice Chancellor of തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റി. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റിയുടെ നിലവിലെ വൈസ് ചാൻസലർ ഡോക്ടർ വി അനിൽകുമാർ. ഇദ്ദേഹം തന്നെയാണ് അനിൽ വള്ളത്തോൾ എന്നും അറിയപ്പെടുന്നത്. മലയാളം യൂണിവേഴ്സിറ്റിയുടെ നിലവിലെ വൈസ് ചാൻസലറാണ് അനിൽ വള്ളത്തോൾ. ഇന്ത്യാസ് ഫസ്റ്റ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഈസ് അറ്റ്. ഇന്ത്യയിലെ ആദ്യ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത. The Padma Shri Award winner Somdev Devvarman is associated with. പത്മശ്രീ പുരസ്കാരം ലഭിച്ച സോംദേവ് ദേവർമൻ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ്. ഇന്ത്യൻ ടെന്നീസ് താരമാണ് സോംദേവ് ദേവർമൻ. The Malayali scientist who got Shanti Swarup Bhatnagar Prize 2017. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നൽകുന്ന ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരത്തിന് 2017 അർഹനായ മലയാളി ശാസ്ത്രജ്ഞൻ എസ് സുരേഷ് ബാബു. എസ് സുരേഷ് ബാബു ആണ് 2017 ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരത്തിന് അർഹനായ മലയാളി. വജ്രപ്രഹർ ഈസ് എ ജോയിന്റ് മിലിറ്ററി എക്സർസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് USA. ഇന്ത്യയുടെയും അമേരിക്കയുടെയും സംയുക്ത സൈനിക അഭ്യാസമാണ് വജ്രപ്രഹർ. വജ്രപ്രഹർ ഈസ് എ ജോയിന്റ് മിലിറ്ററി എക്സർസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് അമേരിക്ക. ഇന്ത്യാസ് ഫസ്റ്റ് ബുക്ക് വില്ലേജ് ഈസ് അറ്റ് ഭിലാർ. ഇന്ത്യയിലെ ആദ്യ ബുക്ക് വില്ലേജ് ആണ് മഹാരാഷ്ട്രയിലെ ഭിലാർ. 65th Nehru Trophy Boat Race 2017 was won by ഗബ്രിയേൽ ചുണ്ടൻ. ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളം കളിയിൽ 2017 ജേതാക്കളായത് ഗബ്രിയേൽ ചുണ്ടൻ. 2016 നെഹ്റു ട്രോഫി വള്ളം കളിയിലെ ജേതാക്കൾ കാരിച്ചാൽ ചുണ്ടൻ. The venue of പ്രവാസി ഭാരതീയ ദിവസ് 2019. 2019 പ്രവാസി ഭാരതീയ ദിവസിന് വേദിയാകുന്നത് വാരണാസി. ഉത്തർപ്രദേശിലെ വാരണാസിയാണ് 2019 പ്രവാസി ഭാരതീയ ദിവസിന് വേദിയാകുന്നത്. എല്ലാ വർഷവും ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസ് ആയി ആചരിക്കുന്നത്. The present Comptroller and Auditor General of India രാജീവ് മെഹർഷി. രാജീവ് മെഹർഷിയാണ് നിലവിൽ ഇന്ത്യയുടെ CAG. ഓതർ ഓഫ് ദ ബുക്ക് ഇന്ത്യ 2017 ഇയർ ബുക്ക് രാജീവ് മെഹർഷി. ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായ രാജീവ് മെഹർഷിയാണ് ഇന്ത്യ 2017 ഇയർ ബുക്ക് എന്ന പുസ്തകം രചിച്ചത്. കേരളാസ് ഫസ്റ്റ് കംപ്ലീറ്റ് യോഗ വില്ലേജ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ യോഗ ഗ്രാമം കുന്നംതാനം. പത്തനംതിട്ട ജില്ലയിലെ കുന്നംതാനമാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ യോഗ വില്ലേജ്. The continuous education program launched by Kerala State Literacy Mission Authority for Transgenders. ട്രാൻസ്ജെൻഡേഴ്സിനു വേണ്ടി കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ അതോറിറ്റി നടപ്പിലാക്കുന്ന കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം സമന്വയ. ട്രാൻസ്ജെൻഡേഴ്സിനു വേണ്ടി സംസ്ഥാന സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന തുടർ പഠന പരിപാടിയാണ് സമന്വയ. The first woman pilot of Indian Navy. ഇന്ത്യൻ നേവിയിലെ ആദ്യ വനിതാ പൈലറ്റ് ശുഭാംഗി സ്വരൂപ്. ഇന്ത്യൻ നേവിയിലെ ആദ്യ വനിതാ പൈലറ്റാണ് ശുഭാംഗി സ്വരൂപ്. ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റിൽ വെച്ചാണ് 2018 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. 2018 കോമൺവെൽത്ത് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ബാഡ്മിന്റൺ താരം PV സിന്ധു. സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ബോക്സിംഗ് താരം MC മേരി കോം. മനിക ബത്രയാണ്
കോമൺവെൽത്ത് ഗെയിംസിൽ ടേബിൾ ടെന്നീസിൽ ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. MC മേരി കോം ആണ് കോമൺവെൽത്ത് ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ബോക്സർ. ഇന്ത്യയിൽ നിന്ന് അന്ന പൊലിറ്റ്സ്കോവ്സ്കായ അവാർഡിന് അർഹയാകുന്ന ആദ്യ വ്യക്തിയാണ് ഗൗരി ലങ്കേഷ്. അരുണാചൽ പ്രദേശിൽ പുതുതായി രൂപീകരിച്ച ജില്ലയാണ് കാംലെ. ബാലവേല നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച വെബ് പോർട്ടൽ പെൻസിൽ, പ്ലാറ്റ്ഫോം ഫോർ ഇഫക്റ്റീവ് എൻഫോഴ്സ്മെന്റ് ഫോർ നോ ചൈൽഡ് ലേബർ. ഗുജറാത്തിലെ അഹമ്മദാബാദ് ആണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ സിറ്റി. നന്ദകുമാർ സായി ആണ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ചെയർമാൻ. പ്രസന്റ് ചെയർപേഴ്സൺ ഓഫ് കേന്ദ്ര സാഹിത്യ അക്കാദമി ചന്ദ്രശേഖർ കമ്പാർ. പ്രസന്റ് വൈസ് ചാൻസലർ ഓഫ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റി ഡോക്ടർ വി അനിൽകുമാർ. ഇന്ത്യയിലെ ആദ്യ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കൊൽക്കത്ത. ഇന്ത്യൻ ടെന്നീസ് താരമാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ച സോംദേവ് ദേവ്വർമ്മൻ. എസ് സുരേഷ് ബാബു ആണ് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നൽകുന്ന ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരത്തിന് 2017 അർഹനായ മലയാളി ശാസ്ത്രജ്ഞൻ. വജ്രപ്രഹർ ഈസ് എ ജോയിന്റ് മിലിറ്ററി എക്സർസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് USA. ഇന്ത്യയിലെ ആദ്യ ബുക്ക് വില്ലേജ് ആണ് മഹാരാഷ്ട്രയിലെ ഭിലാർ. നെഹ്റു ട്രോഫി വള്ളം കളിയിൽ 2017 ജേതാക്കളായത് ഗബ്രിയേൽ ചുണ്ടൻ. 2019 പ്രവാസി ഭാരതീയ ദിവസിന് വേദിയാകുന്നത് വാരണാസി. ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസ് ആയി ആചരിക്കുന്നത്. ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായ രാജീവ് മെഹർഷിയാണ് ഇന്ത്യ 2017 ഇയർബുക്ക് എന്ന പുസ്തകം രചിച്ചത്. കേരളാസ് ഫസ്റ്റ് കംപ്ലീറ്റ് യോഗ വില്ലേജ് കുന്നംതാനം. ട്രാൻസ്ജെൻഡേഴ്സിനു വേണ്ടി കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ അതോറിറ്റി നടപ്പിലാക്കുന്ന കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം സമന്വയ. ഇന്ത്യൻ നേവിയിലെ ആദ്യ വനിതാ പൈലറ്റ് ശുഭാംഗി സ്വരൂപ്. ക്ലാസുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. ക്ലാസുകൾ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും പരമാവധി ശ്രമിക്കുക.